Magic morning. Magic morning. Magic morning. Okay. ഇത് നമുക്ക് എന്ത് പറ്റി? ആളുകൾ കുറവാണല്ലോ. എന്നുള്ള പോലെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലേ? മഴ ആയിരിക്കും. മഴ. ഓക്കെ. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ സേഫ് സൈഡ് സെഷനാണ്. സർ ജോയിൻ ആയിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കൂടുതലായിട്ട് പഠിക്കാനൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ഈ ഒരു മോർണിംഗ് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് സാറൊന്ന് കണക്ട് ആക്കട്ടെ. ഓക്കെ, അപ്പം ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് സേഫ്സായുടെ സെഷൻ ആണെങ്കിലും അല്ലാതെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? യെസ്. ഓക്കെ, അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള ആളുകളാണ്, റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഒരുപാടുണ്ട്. നമ്മളൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോ അതുപോലെ തന്നെ എവിടെയെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന മുമ്പോ അല്ലെങ്കിൽ നമ്മള് രാവിലെ സെയിൽസിലേക്കൊക്കെ ഇറങ്ങുമ്പോഴോ നല്ല രീതിയിലൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ പോവാണെങ്കിൽ അതൊക്കെ അതേപോലെ തന്നെ സംഭവിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ഇവിടെ അടുത്തായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് ആയ ഒരു കേസ് ഉണ്ടെങ്കിലും നൗഫൽ സർ ഓൾറെഡി ഷെയർ ചെയ്തു, വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻ കൊടുത്തു അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് നടന്ന സംഭവം? റസാഖ് സർ പറഞ്ഞോളൂ. എന്താണ്, ഞാൻ ഒന്നും കേട്ടില്ല, നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നം. ആണോ? ഓക്കെ ഓക്കെ. അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ കുറെ ദിവസമായിട്ട് സേഫ് സാറുടെ സെഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്നുള്ള സെഷനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, യൂട്യൂബൊക്കെ ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിപ്പം അഫർമേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസ് ചെയ്തിട്ട് നടന്ന എന്തെങ്കിലും ഒരു സംഭവം? നമ്മളൊരു കാര്യത്തിന് ആഗ്രഹിച്ചു, അഥവാ ഒരു സാധനം എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ, അതായത് ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് വണ്ടി ആണെങ്കിലും ശരി, വീടാണെങ്കിലും ശരി, എന്താണെങ്കിലും അതിന് വേണ്ടി സ്റ്റെപ്പ് എടുത്താൽ അത് നമുക്ക് ലഭിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മണി സർ? ഹലോ.
യെസ് യെസ്. ഓക്കെ, സേഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പം നിങ്ങൾ എല്ലാവരും സാറിൻ്റെ സെഷന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒന്നും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. Thank you, Mufida. Very magic morning to all. Magic morning. Magic morning. Magic morning, sir. Magic morning, sir. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, സീക്രട്ട് പുസ്തകം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എന്നെ കേൾക്കുന്നതിൽ സീക്രട്ട് പുസ്തകം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. വായിക്കാത്ത ആളുകളുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, സീക്രട്ട് എന്ന് പറയുന്നത് റോണ്ടാബാണ് എഴുതിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വളരെ ഫേമസ് ആക്കിയിട്ടുള്ള പുസ്തകമാണ്. ഒന്ന് സീക്രട്ടും അതേപോലെ തന്നെ മറ്റൊന്ന് ആൽക്കെമിസ്റ്റും. ഓക്കെ, അപ്പോൾ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബേസ് എന്താണ്, ഇത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു പുസ്തകത്തിൽ ഏകദേശം 200ഓളം പേജുകളുണ്ട്. ഓക്കെ, 180 പേജാണുള്ളത്. 200 പേജാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏകദേശം 185ഓളം പേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു 185ൻ്റെയും അതേപോലെ തന്നെ ഒരു 1 മുതൽ 185 വരെയുള്ള പേജുകളാണുള്ളത്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് മറിച്ചു കഴിഞ്ഞാൽ ആ പേജിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവുന്നതാണ് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പേജ് നമ്പർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഒരു 3 ആൾക്ക് നിങ്ങളുടെ പേജ് നമ്പർ കമൻറ്റ് ചെയ്യാം. ആ പേജിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ആ പേജിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ പ്രധാനപ്പെട്ട പോയിന്റിൽ എല്ലാവർക്കും കൂടെ മാറ്റർ ഉണ്ടാവും. അവർക്ക് നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് അതിലുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ അതിലുണ്ടാവുന്നതാണ്. പ്രസാദ് സാറ് 1 to 8 എന്ന് പറയുന്ന പേജാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 1 to 8 നമുക്ക് എന്താണ് പറയുന്നത്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം. 1 to 8 എന്ന് പറയുന്നത് ആരോഗ്യത്തിനുള്ള രഹസ്യം എന്ന് പറയുന്ന, ഇതിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള സീക്രട്ട് പറയുന്നുണ്ട്. അതിൽ ആരോഗ്യത്തിനുള്ള അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ സീക്രട്ടാണ് അതിൽ പറയുന്നത്. അതിൽ പറയുന്നൊരു കാര്യം ഇതാണ്. ഡോക്ടർ ജോൺ ഡിമാർട്ടിനിയുടെ ഒരു കോട്ടാണ് 128ാമത്തെ ഇതിൽ വളരെ പ്രശസ്തമായിട്ട് വരുന്നൊരു കോട്ട് ഇങ്ങനെയാണ്: ഗുരുതരമായ രോഗം ബാധിച്ച ഒരാൾക്ക് ഒന്നുകിൽ മനസ്സിലെ ചിന്തകൾ സാക്ഷാത്കരിക്കുമെന്ന സാധ്യത ആരായുക, അല്ലെങ്കിൽ മരുന്നുകൾ പ്രയോഗിക്കുക എന്നീ 2 മാർഗങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത്യാസന്ന നിലയിലാണ്, മരണം സംഭവിച്ചേക്കാമെന്ന അവസ്ഥയാണെങ്കിൽ മരുന്നിൻ്റെ വഴി തിരഞ്ഞെടുക്കുക തന്നെയാണ് ബുദ്ധി. അതേസമയം മനസ്സിൻ്റെ ശേഷിയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യും. മരുന്നുകളെ നിഷേധിക്കേണ്ട എല്ലാ ചികിത്സാ രൂപങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുന്ന ഇതിൽ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ രോഗങ്ങളുടെ ഏറ്റവും മൂല കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിലെ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു രോഗി ഭയങ്കര അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ ഇതിലായി ഡോക്ടർമാർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഓക്കെ, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, എന്ത് ചെയ്തോളൂ എന്നാ പറയാം? പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നാണ് എന്ത് പറയാം, ഡോക്ടേഴ്സ് പറയാം അല്ലേ? കഴിയുന്നത്ര ആളുകളൊന്നും വീഡിയോ ആണ് ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലേറ്റവും ഈ ഒരു ഭാഗത്തിൽ
ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതിൽ പറയുന്നത് രഹസ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരാശിയുടെ ആരോഗ്യ മേഖലയുൾപ്പെടെ പല പ്രതിഭാസങ്ങളിലും അന്തർലീനമായ സത്യം നിങ്ങൾക്ക് വ്യക്തമാകും. പ്ലാസിബോ പ്രഭാവം ഒരു ശക്തമായ പ്രതിഭാസമാണ്. ഈ ഗുളിക എൻ്റെ രോഗം മാറ്റുമെന്ന് രോഗികൾ ശരിക്കും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നു, അവരുടെ രോഗം ഭേദമാവുന്നു. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, പ്രായമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചില ആളുകൾക്ക് ഒരു കൃഷ്ണൻകുടി ഡോക്ടറോ, ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരു കൃഷ്ണൻകുടി ഡോക്ടർ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇബ്രാഹിം ഡോക്ടറൊക്കെ ഉണ്ട്. അവർ അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ, ഡോക്ടറെ ഒന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ബേസിക്കലി ഈ ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു ആകത്തുക ഞാൻ പറയാം, ഇങ്ങനെ പറയാം. നിങ്ങൾ ചിലപ്പം ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്, എക്സസൈസ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? എന്തിനാണ് ജിമ്മിൽ പോകുന്ന എക്സസൈസ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാം. ആരോഗ്യം മെച്ചപ്പെടുത്താൻ. ആരോഗ്യം മെച്ചപ്പെടുത്താനും മെച്ചപ്പെടുത്താൻ. ഓക്കെ. ജിമ്മിൽ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും വേണ്ടത്? ഈ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താ? ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താ? ഓക്കെ. എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ഹെൽത്ത്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അസുഖമില്ലാത്ത അവസ്ഥ. അസുഖമില്ലാത്ത അവസ്ഥ. വേറെ വേറെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയാണ്. ശാരീരികവും മാനസികവും ആത്മീയവും എല്ലാം കൊണ്ടുള്ള സ്വസ്ഥത. അസ്വസ്ഥത അല്ലെ? ആരോഗ്യം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? 3-4 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആരോഗ്യം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ആരോഗ്യമാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. ഓക്കെ. ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി അയാൾ ഭയങ്കര ഫിറ്റാണ്, അയാൾ നോക്കുന്ന സമയത്ത് നല്ല തടിയുണ്ട്, അയാൾക്ക് അസുഖമൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല ഫിസിക്കലി ഫിറ്റായ ഒരാളാണ്, പക്ഷെ അയാൾക്ക് ബുദ്ധിയില്ല. അയാൾക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അയാൾ നമുക്ക് ആരോഗ്യമുള്ള വ്യക്തി എന്ന് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ 3 കാര്യങ്ങൾ മിനിമം വേണം. ഓക്കെ. 3-4 കാര്യങ്ങൾ. ഒന്നെന്താണ്? അയാളുടെ മെന്റൽ ഹെൽത്ത് റെഡി ആയിരിക്കണം, അയാളുടെ ഫിസിക്കൽ ഹെൽത്ത് റെഡി ആയിരിക്കണം. ഓക്കെ. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് റെഡി ആവുന്നതിന് കൂടെ തന്നെ അയാളുടെ സോഷ്യൽ ഹെൽത്ത് ഓർ എക്കണോമിക് ഹെൽത്ത്, ഒരാൾക്ക് മാനസികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ സന്തുലിതാവസ്ഥയാണ് ശരിക്കും ആരോഗ്യം എന്ന് പറയാം. ക്ലിയർ ആണോ? നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വളരെയധികം ഹെൽത്തിനെ കുറിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് ഹെൽത്തിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ കെയറിങ് നടത്തുന്ന പല ആളുകളും പല അസുഖങ്ങളും വന്ന് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് കുറെ മുമ്പ് ആക്സിഡന്റിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ഒരാളുണ്ടായിരുന്നു അത്ര. അയാൾ അവസാനം ആക്സിഡന്റ് ആയി മരിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ. ആക്സിഡന്റിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ആള് ആക്സിഡന്റ് ആയി മരിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നേരത്തെ ആരാണ് അജ്ബറോ ആരോ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ജിമ്മിൽ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? നമുക്ക് ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുവരുത്താനായിരിക്കും, നമുക്ക് അസുഖം ഇല്ലാതിരിക്കാനാവരുത്. ഓക്കെ. ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്? എൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ടോ അസുഖത്തിന് വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കരുത്. പകരം എന്ത് ചെയ്യുക? ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. ഈ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സുകൊണ്ട് രോഗം മാറ്റുന്നത് മരുന്ന് കൊണ്ടുള്ള ചികിത്സയുമായി യോജിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. നമുക്ക് എത്ര വലിയ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും എത്ര വലിയ മരുന്ന് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക? രോഗമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം ഇതിൽ പറയുന്ന സംഭവമുണ്ട്, കാത്തി ഗുഡ്മാൻ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു ആളുടെ സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇതില് ദ മിറാക്കിൾ മാൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം കൂടെ ഈ ഒരു പേജിലാണ് പറയുന്നത്. മിറാക്കിൾ മാൻ എന്ന് ആരെയും കേട്ടിട്ടുണ്ടോ? ഓക്കെ. സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് മാറ്റാൻ പറ്റാത്ത അസുഖം എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോറിസ് ഗുഡ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. മോറിസ് ഗുഡ്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹലോ, ഞാൻ കേൾക്കുന്നില്ലേ?
കേൾക്കുന്നില്ലേ? കേട്ടു. മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ. മോറിസ് ഗുഡ്മാൻ എന്ന് പറയുന്നത് ഇദ്ദേഹം 1981 മാർച്ച് 10 ഓക്കെ, അന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാത്ത ദിവസമായിരുന്നു. അതൊരു പൈലറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അയാൾ ഫ്ലൈറ്റ് ഓടുന്നതിൻ്റെ ഇടയിൽ അയാൾ വിമാനം അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽപ്പെട്ട ആ ദിവസം ഞാൻ പറപ്പിച്ചിരുന്ന വിമാനം തകർന്നു വീണു പൂർണ്ണമായും ചലനമറ്റ നിലയിലേക്ക് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. എൻ്റെ നട്ടെല്ല് തകർന്നു പോയി. കഴുത്തിലെ 1-2 കശേരുക്കൾ പൊട്ടിപ്പോയിരുന്നു. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ആവില്ല. ഡയഫ്രം തകർന്നതിനാൽ ശ്വസിക്കാനും കഴിയില്ല. കണ്ണ് ചിമ്മാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ശേഷിച്ച ജീവിതം ഒരു ജീവച്ഛവമായി കഴിയേണ്ടി വരും. ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി മീ ചിമ്മുക എന്ന് മാത്രമായിരിക്കുമെന്ന് ഡോക്ടർ വിധി എഴുതി. അയാൾക്ക് ഇനി പിന്നെ കണ്ണ് തുറക്കാൻ തന്നെ അപ്പുറത്തേക്ക് അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ആര് വിധി എഴുതി? ഡോക്ടേഴ്സ് എല്ലാവരും വിധി എഴുതി. ഓക്കെ, ഇനി അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് മുഴുവനും വിധി എഴുതി. കാരണം അയാളുടെ ശാസ്ത്രീയമായിട്ട് നോക്കുന്ന സമയത്ത്, എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന സമയത്ത് അയാളിൻ്റെ ജീവിതത്തിൽ നീച്ച് നടക്കാൻ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും വിധി എഴുതിയത്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിറാക്കിൾ മാൻ എന്ന് പറയാനുള്ള എന്താണ് കാരണം? ഞാനതിനൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ ഷെയറിംഗ് കാണുന്നുണ്ടോ? ഷെയറിംഗ് കാണുന്നുണ്ടോ? ലോഡിങ് ആവുന്നുണ്ട്. ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യാം, മീൻസ് ലോഡ് ആവുന്നുള്ളൂ. Well, my story begins on March 10, 1981. It really changed my whole life. It was a day I'll never forget. I crashed an airplane. I ended up in the hospital completely paralyzed. My spinal cord was crushed. I broke the first and second cervical vertebrae. My swallowing reflex was destroyed. I couldn't eat or drink. My diaphragm was destroyed. I couldn't breathe. All I could do was blink my eyes. The doctors, of course, said all my life I'd be a vegetable. All I'd do is blink my eyes the rest of my life. That's the picture they saw of me, but it didn't matter what they thought. The main thing was what I thought. I picture myself being a normal person again, walking out of that hospital. The only thing I had to work with in the hospital was my mind. As long as you have your mind, you can put things back together again. I was hooked to a respirator, and they said I'd never breathe on my own again because my diaphragm was destroyed. But this little voice kept saying to me, breathe deep, breathe deep. Finally, I was weaned from it. They were at a loss for an explanation. See, I could not afford to allow anything to come in my mind that would distract me from my goal and from my vision.
Well, I set a goal to walk out of the hospital on Christmas. That was my goal. Eight months later, I walked out of the hospital on my own 2 feet. They said it couldn't be done. That's a day I will never forget. For people that are sitting out there right now watching this program that are hurting, if I wanted to sum up my life and sum up for people what they can do in life, I would sum it up this way in 6 words. Man becomes what he thinks about. ഓക്കെ, അപ്പൊ മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? സീക്രട്ട് എന്നുള്ള മൂവിയിലുണ്ടല്ലേ? സീക്രട്ട് എന്ന് പറയുന്ന മൂവിയിൽ അല്ലെങ്കിൽ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇദ്ദേഹം ഡോക്ടേഴ്സ് എല്ലാവരും വിധി എഴുതിയ സംഭവം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയാളെ കണ്ണ് ചിമ്മി തുറക്കുന്നതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നും ഈ ലൈഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിധി എഴുതിയപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, 6 വേർഡിൽ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം. 6 വേർഡിൽ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം, അല്ലെങ്കിൽ മാൻസ് തിങ്ക് ഹി ബിക്കം എന്നുള്ള രീതിയാണ്. മനുഷ്യൻ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അവർ അതായിത്തീരും. അപ്പൊ നമ്മുടെ പവർ ഓഫ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിപ്പം ഒരു മോറിസ് ഗോഡ്മാൻ്റെ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ മാൻ്റെ സ്റ്റോറി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് മനുഷ്യരെ നമ്മുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആരാണോ സെൽഫിൽ ബിലീഫ് ചെയ്യുന്നത്, അപ്പൊ നമുക്കൊരു രോഗം ഉണ്ടാവുന്ന സമയത്ത്, നമുക്കൊരു അസുഖം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് അസുഖത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ അസുഖം എന്ത് ചെയ്യും? കൂടുതൽ പറയോ? അസുഖം കൂടെ ഉള്ളു. അസുഖം കൂടും. അതേ സമയത്ത് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് വെച്ചെങ്കിലോ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് ഇതിനെ കുറിച്ചിട്ട് പാനിക്കായിട്ട് സംസാരിക്കുന്നതിന് പകരം ഒന്നെങ്കിൽ നമ്മളവിടെ പോവാതിരിക്കുക, പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാണെന്ന് നമ്മളെപ്പോഴും ഉറപ്പുവരുത്തുക. ഓക്കെ, അവിടെ പോയിട്ട് അത് ചിന്തിച്ച് അത് നമ്മളെ വളരെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആരോഗ്യത്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടതും ആരോഗ്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടതും. ഓക്കെ, അപ്പോൾ ആ ഒരു പേജിൽ ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ഇതാണ്. ഓക്കെ, നമ്മളുടെ അസുഖം അല്ലെങ്കിൽ ഭേദപ്പെടുത്താൻ പറ്റാത്ത അസുഖം എന്ന് പറയുന്ന ഒരു സംഭവമല്ല. എല്ലാ അസുഖങ്ങൾക്കും മൈൻഡ് കൊണ്ട് മാറ്റാൻ പറ്റും. പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരണം. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് കമന്റ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, മനുഷ്യൻ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, മനുഷ്യൻ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്ത് ചെയ്യും, അവർ അതായിത്തീരും. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായിത്തീരും. നിങ്ങൾ ഇപ്പൊ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ഇന്നലെ എന്തിനെ കുറിച്ചാണോ ചിന്തിച്ചത്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾ എന്താണോ ആയിത്തീർന്നത് അത് നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിന്റെ റിസൾട്ടാണ്. നിങ്ങളിപ്പോ ആരാണോ? ടീച്ചറാണോ? ഒരു സെയിൽസ്മാൻ ആണോ? ഒരു ഓണ്ടർപ്രണർ ആണോ? ഒരു ഫിലിം ആക്ടർ ആണോ? നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ ചിന്തകൾക്കനുസരിച്ച് നിങ്ങൾ വിശ്വസിച്ച് അതിന്റെ പ്രവൃത്തിയുടെ ഔട്ട്പുട്ട് ആയിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ആരാണെങ്കിലും അതിന്റെ പിന്നിൽ ആരാണുള്ളത്? ഓക്കെ, നിങ്ങൾ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിലും അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈഫിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. ഇനി നിങ്ങൾ ഇപ്പൊ ആരാണ് എന്നുള്ളതിനെക്കാട്ടിലും പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ആരായി തീരണം എന്നുള്ളതാണ്. ഹൂ ആർ യു റൈറ്റ് നൗ? ദാറ്റ് ഡസൻറ്റ് മാറ്റർ. യുവർ സിറ്റുവേഷൻ ഡസൻറ്റ് മാറ്റർ. യുവർ ഫാമിലി ഡസൻറ്റ് മാറ്റർ. ഹു വാണ്ട് യു ബിക്കം? നിങ്ങൾക്ക് ആരാണ് ആവേണ്ടത്? ഹു ഡു യു വാണ്ട് ടു ബിക്കം? നിങ്ങൾക്ക് ആരായി തീരണം? ദാറ്റ്സ് ദ മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ആരാണെന്നുള്ളതല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ആരായി തീരണം, അതിൻ്റെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്,
ആ ചിന്തക്കനുസരിച്ച് എന്ത് ഇമോഷൻസ് ആണ് വരുന്നത്, ആ ഇമോഷൻസിനെ കണക്ട് ചെയ്ത് എന്ത് ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുക, ആക്ഷൻസ് സംഭവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം ആക്ഷൻ എടുക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യും, സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത് കമന്റ് ചെയ്തിരിക്കുന്ന പേര് നൗഫലാണ്. 45 അല്ലെ? നൗഫൽ 45 അല്ലേ കറക്റ്റ് ചെയ്ത്? അതെ. ഓക്കെ. 45 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പേജാണ്. ഈ ഒരു പുസ്തകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ, അതായത് സീക്രട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള അലാവുദ്ദീൻ്റെ അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ തന്നെ വായിക്കാം. ഞാൻ വായിക്കാം. ഓക്കെ. ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ ഒരു സൃഷ്ടാവാണ്. നിങ്ങൾ സൃഷ്ടാവാണോ? യെസ് ഓർ നോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഹലോ. ഫസ്റ്റ് ഇതിൽ പറയുന്ന സംഭവം നിങ്ങൾ ഒരു സൃഷ്ടാവാണെന്നുള്ളതാണ്. അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുന്ന ആൾ, യോജിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ സൃഷ്ടാവാണോ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. യു ആർ എ മാസ്റ്റർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നോ അല്ലേ? നോ കമന്റ് ചെയ്ത ആളുകളുണ്ട്, യെസ് കമന്റ് ചെയ്ത ആളുകളുണ്ട്. ഓക്കെ. ബേസിക്കലി ഇതിൽ നോ കമന്റ് ചെയ്ത ആളുകളുടെ മൈൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് സൃഷ്ടാവെന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളതാണ് അല്ലെ? ആ ഒരു മൈൻഡിലായിരിക്കും അവർ വന്നിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഒരു ശക്തി ഉണ്ടാവും. ഇത് പറയുന്നത് അതിനെക്കുറിച്ചല്ല. ആ ശക്തി നിങ്ങൾക്ക് സൃഷ്ടിക്കാനൊരു കഴിവ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനും നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂം എന്നുള്ള പ്ലാറ്റ്ഫോം ദൈവം ഡയറക്ട്ലി സൃഷ്ടിച്ചതല്ല, ദൈവം നൽകിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ചിട്ട് നമ്മൾ സൃഷ്ടിച്ചതാണ് അല്ലേ? ദൈവം ഉപയോഗിച്ച കഴിവ്, ദൈവം നൽകിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാവരും സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ്, നമുക്ക് അത്രയും വലിയൊരു കഴിവ് ആര് നൽകിയിട്ടുണ്ട്? ഈ പ്രപഞ്ചശക്തി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ കാര്യം ഇതാണ്, നിങ്ങൾ സൃഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്താൻ വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആചാര്യന്മാർ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നത് ചിത്രീകരിക്കുന്നതിന് കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളുടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളുടെ സത്യമാണ് ജീവിതത്തിന്റെ സത്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. പല കഥകളിലൂടെയും നമ്മളെ ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ആചാര്യന്മാർ പല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ കുറെ മതഗ്രന്ഥങ്ങൾ വരാം, ഖുർആൻ വരാം, ബൈബിൾ വരാം, അതേപോലെ ഭഗവത്ഗീത വരാം, രാമായണം വരാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെ ഇതേപോലുള്ള പല പല ഗ്രന്ഥങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിനെയും കുറിച്ചിട്ടുള്ള സ്റ്റോറി. എന്താണ്, ആർക്കാണ് പറയാൻ സാധിക്കുക? അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും സ്റ്റോറി ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഹലോ ഹലോ, ആരും കേൾക്കുന്നില്ല. അറിയാം കഥ അറിയാം. എന്താണ് കഥ? എന്താണ് കഥ? എന്താ കഥ? പറഞ്ഞോളൂ, ഒരാൾ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കഥ പിന്നെ അലാവുദ്ദീൻ ആഗ്രഹമുള്ള സമയത്ത് ഭൂതം വരും, ഇങ്ങനെ ഭൂതം വലിച്ചിട്ട് എന്ന് പറയുന്നതാണ്. ഭൂതം എന്താ പറയാ? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നമ്മള് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അലാവുദ്ദീൻ ഒരു ദിവസം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അലാവുദ്ദീൻ ആ വിളക്ക് 3 or 6 തവണക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം അല്ലേ? ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത്, താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണെന്നാണ് പറയാം അല്ലേ? അതായത് ഇത് വരുമ്പോൾ ഭൂതം എന്ത് ചെയ്യും, ഭൂതം പ്രത്യക്ഷപ്പെടും. ഭൂതം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഭൂതത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ആ ആഗ്രഹം പറഞ്ഞോളൂ. എന്താണ്? അതെനിക്കുള്ള കൽപ്പനയാണ്. എന്താണ് കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതെനിക്കുള്ള കമാൻഡാണ്. താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കമാൻഡാണ്. കമാൻഡിന്റെ പ്രത്യേകത എന്താ? കമാൻഡും റിക്വസ്റ്റും തമ്മിലുള്ള മാറ്റം എന്താ? ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ പോയിട്ട് പറയാണ് അല്ലേ, ഒരു വെയിറ്ററോട് നമ്മൾ പറയാണ്, സർ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നുള്ളത് അല്ലേ?
സാധാരണ നമ്മളെ മക്കളോട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയാണ് അത് റിക്വസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തരൂ, അയാൾ ബിസിയാണ്, തരാതിരിക്കാം. നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് ഒരു കമാൻഡ് രൂപത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഓക്കെ, കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിട്ടുമല്ലോ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മളെ താഴെയുള്ള ഒരാൾ എന്താണ്, അയാൾ നമ്മൾ ഒബേ ചെയ്യുന്ന ആളായിരിക്കും, അയാൾ നമുക്ക് തിന്നിരിക്കും. ഓക്കെ, എന്നതുപോലെ നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം പറയുന്ന സംഭവം ഉണ്ട്, തഥാസ്തു. തഥാസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തഥാസ്തു എന്ന് പറഞ്ഞാൽ എന്താ? തഥാസ്തു അതങ്ങനെ സംഭവിക്കട്ടെ അല്ലേ, അതങ്ങനെ സംഭവിക്കട്ടെ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് തഥാസ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതങ്ങനെ സംഭവിക്കട്ടെ എന്നതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ച ശക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്തു, നിങ്ങളുടെ കമാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന ഒരു സാധനത്തിൽ അവിടുന്ന് റീപ്ലൈ ചെയ്തു. അത് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണെന്നുള്ളതാണ് ആ ചാപ്റ്ററിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിൽ അദ്ദേഹം 3 ഘട്ടം പറയുന്നുണ്ട്. 3 ഘട്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മളെ ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറഞ്ഞ് ആസ്ക് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ ഘട്ടമായിട്ട് പറയുന്നത് ആവശ്യപ്പെടുക. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ആവശ്യപ്പെടാൻ അറിയണം. ജസ്റ്റ് ഇമാജിൻ യു ആർ ഇൻ എ സൂപ്പർ മാർക്കറ്റ് റൈറ്റ് നൗ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണുള്ളത് ആൻഡ് you met some person, some sales person in that supermarket. നിങ്ങളൊരു അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ് പേഴ്സണെ കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഹൗ കാൻ ഐ ഹെൽപ്പ് യു സർ, എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക? അപ്പൊ അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേണം. അയാൾ നിങ്ങൾക്ക് എന്താണ് എടുത്തു തരിക? അയാൾ നിങ്ങൾക്ക് എന്തെടുത്തു തരാൻ സാധിക്കും? ഒരു സെയിൽസ്മാൻ ഉണ്ട്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ്, സെയിൽസ് പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്തു. സെയിൽസ് പേഴ്സൺ ചോദിച്ചു, ഞാൻ നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് എന്തെടുത്തു തരും? എന്തെടുത്തു തരാം? ഹലോ, എന്തെടുത്തു തരാൻ സാധിക്കുക? എനിക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആരെങ്കിലും ഇത് പറയാം? സ്പെസിഫിക് ആയിട്ട് പറയണം എന്താ കറക്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത്. എന്താണ് കറക്റ്റ് ആയിട്ട് വേണ്ടതെന്ന് പറയണം അല്ലേ? അല്ലെങ്കിൽ അയാൾക്ക് അറിയോ എന്താണ് എടുത്തിരേണ്ടത്? നിങ്ങളെ വീട്ടിലേക്ക് എന്താണ് വേണ്ടത് അയാൾക്ക് അറിയോ? ഇല്ല. എന്നതുപോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ബോബ് പ്രോക്ടർ പറയുന്നത്, നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട സാധനം എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് പേഴ്സണ് കൊടുത്തതിന് ശേഷം ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുക. എന്നതുപോലെ നിങ്ങൾക്കൊരു കാര്യം കിട്ടണമെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ വേണം, എൻ്റെ ജീവിതത്തിൽ സക്സസ് ആവണം എന്നൊന്നും പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, ലൈഫ് സക്സസ് ആവില്ല. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പല രീതിയിലേക്ക് പോകും. സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തക്കാളി ഉണ്ടാവും, കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ബിസ്ക്കറ്റിലേക്കായിരിക്കും പോവുക. ബിസ്ക്കറ്റിലേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഗ്രോസറിയിൽ തന്നെ വേറെ ചിലപ്പോൾ വീട്ടിലേക്കുള്ള ഒരു കുക്കർ ആയിരിക്കും കാണാം. കുക്കറിലേക്ക് നോക്കുമ്പോൾ ഇപ്പുറത്ത് ചിലപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ആയിരിക്കും കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഓഫറുള്ള വേറെ എന്തോ സോപ്പിനെ കുറിച്ചായിട്ടും കാണാം. അപ്പോൾ നമ്മുടെ ചിന്തകൾ പല രീതിയിൽ അവിടെ പോകുന്നത് പോലെ ഇവിടെയും നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യും, സ്കാറ്റേഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യത്തെ രീതി ആവശ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും മിനിമം രൂപം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് വ്യക്തമായ ഗോളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ലൈഫിൽ വ്യക്തമായ ഗോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇന്ന് എന്തിനും വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് നിങ്ങൾക്ക് എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യാനുള്ളത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ്. അത്ര നോക്കിയാൽ മതി നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 1 മാസത്തേക്കും 1 വർഷത്തേക്കും 6 മാസത്തേക്കും ഒക്കെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്, ഇന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ, ഇന്ന് നിങ്ങൾക്ക് എന്താണ് ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെടാനുള്ളത്? ഇന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരമാകുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഫ്രൂട്ട്ഫുൾ ആയോ ഇല്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുക? എത്ര പേർക്ക് ക്ലാരിറ്റി ഉണ്ട്? ക്ലാരിറ്റി ഉള്ള ആളുകളൊന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഇന്നത്തെ എൻ്റെ ദിവസത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്? എന്താണ്? ഞാൻ എൻ്റെ ദിവസത്തിന്റെ റിസൾട്ട് എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഇന്നത്തെ ഏറ്റവും മെയിൻ ഗോൾ എന്ന് പറയുന്നത്, എൻ്റെ ഓഫീസിലെ ഇന്നലെ തന്നെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൽ എൻ്റെ പുതിയ ക്ലയന്റുകൾക്ക് വേണ്ടിയിട്ട്
90 ഡേയ്സിലേക്ക് 1 to 90 ഡേയ്സിലേക്കുള്ള ഓരോ ഡേയ്സിലേക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ എൻ്റെ മെയിൻ ഗോൾ. പ്ലസ് കുറച്ച് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇന്നത്തെ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്ന 90 ഡേയ്സിലേക്കുള്ള ആക്ടിവിറ്റീസിൻ്റെ അതിനെത്ര സമയം വേണം എന്നുള്ളത് കണ്ടെത്താണ്. എത്ര എംപ്ലോയീസ് അതിന് വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ അതിന് ടോട്ടൽ എത്ര സമയം വേണം. ഈ 90 ഡേയ്സിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും കൂടെ എത്ര മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് കണ്ടെത്താണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി. ഫോർ വാട്ട്? 2026 മാർച്ച് ആകുമ്പം എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് 40 ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഗോള്. ക്ലിയർ ആണോ? 2026 മാർച്ച് 30 ആകുമ്പം എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് 40ലേക്ക് എത്തിക്കണം. ആ 40ലേക്ക് എത്തിക്കാൻ ഞാൻ ഇന്ന് എടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എൻ്റെ മെയിൻ ഗോള്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് പുതിയ ഓഫീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ഓഫീസിലേക്കുള്ള എംപ്ലോയീസിനോട് ഇന്ന് വരാൻ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എനിക്ക് ഇന്നലെ രാത്രി 11 മണിക്കാണ് ആവുന്നത്. ഇന്നാണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഉറപ്പിക്കുന്നത് 11 മണിക്കാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ റിസൾട്ട്? എനിക്ക് ഉറപ്പാണ് ഈ 90 ഡേയ്സിലേക്കുള്ള വർക്ക് എത്രമാത്രം കംപ്ലീറ്റ് ആവുന്നു അതാണ് ഇന്നത്തെ എൻ്റെ റിസൾട്ട്. എന്തിനാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് ക്ലാരിറ്റി ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് സി കമന്റ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് സി കമന്റ് ചെയ്യാം. ആരുമില്ല. കമന്റ് വരാഞ്ഞിട്ടാണോ ഞാൻ കാണാഞ്ഞിട്ടാണോ? ഓക്കെ, അജിബറിനുണ്ട്, അതുപോലെ നൗഫലിനുണ്ട്. സി, നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവുകയും ആ ഗോളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എന്താണ് ചെയ്യാനെന്നുള്ള ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന് പ്രപഞ്ചത്തിൽ ഒന്നും തരാൻ സാധിക്കില്ല. കാരണം എന്താ? നിങ്ങളുടെ ചിന്തകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോക്കസ് ഇല്ല. നിങ്ങളിപ്പോൾ ഇന്നൊരു ഊട്ടിയിലേക്ക് ടൂർ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ചിന്ത എന്താണ്? ഊട്ടിയിലേക്ക് ടൂർ പോകുക എന്നുള്ളത്. അപ്പൊ അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും നിങ്ങൾ നടത്തും. അതിനനുസരിച്ച് പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ട്, എവിടേക്കാ പോകേണ്ടെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ എത്ര ക്ലാരിറ്റി ഉണ്ടോ അത്ര ക്ലാരിറ്റിയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരിക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്താണ്? വിശ്വസിക്കുക. ഇതന്നെ വലിയ രീതിയിൽ പറയാനുള്ള കാര്യമാണ്, പക്ഷെ ബേസിക് മാത്രം പറഞ്ഞാൽ മൈൻഡപ്പ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഹോട്ടലിൽ ചെന്നു, വെയിറ്റർ വന്നു, വെയിറ്റർ ചോദിച്ചു, സാർ എന്താ വേണ്ടത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താണ് ഉള്ളത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു മെനു തന്നു, അല്ലെങ്കിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഓർഡർ ചെയ്തു. ശരി, രാവിലെ അല്ലേ, എനിക്ക് 2 ദോശ, 2 പ്ലെയിൻ ദോശ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്താ വേണ്ടത് സർ? ഒരു പൊടിച്ചായ. ഞാൻ ഓർഡർ ചെയ്തു. ആരോട്? വെയിറ്ററോട്. ഞാൻ ആവശ്യപ്പെട്ടു വെയിറ്ററോട്. ഐ ജസ്റ്റ് ഓർഡേഡ്. ഞാൻ ആവശ്യപ്പെട്ടു. ഇനി ഞാനിങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ദോശക്ക് മാവ് ഉണ്ടാവോ? ഇവിടെ ഉപ്പൊക്കെ ഉണ്ടാവോ? ദോശത്തിലുള്ള ചട്ടിയൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടോ? എനിക്ക് ദോശ കിട്ടുമോ എന്ന് ഞാൻ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഐ ജസ്റ്റ് ഓർഡേഡ്. ഞാൻ എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. എനിക്ക് സാധനം വരും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വിശ്വസിക്കപ്പെടുക. നിങ്ങൾ ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ അമൂർത്തമായതിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് നിങ്ങൾ ഇതേപോലെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളും ഞാനും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ കിട്ടി. അവിടുന്ന് ഓർഡർ ചെയ്ത അപ്പം തന്നെ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അപ്പുറത്തേക്ക് ഓർഡർ ചെയ്തു. ദേ 2 ദോശ അവർക്ക് ഷെഫിന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അവിടെ ദോശന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. എന്നതുപോലെ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന സംഭവം അതേ സമയത്ത് പ്രപഞ്ചത്തിന് പോയ സമയത്ത് തന്നെ പ്രപഞ്ചം എന്ത് ചെയ്തു? ആ ഓർഡർ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്കത് മൂന്നാമത്തെയും അവസാനത്തെയും ആയ ഘട്ടമാണ് സ്വീകരിക്കൽ. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിൽ എത്തിയാൽ എത്ര സന്തോഷിക്കുകയോ അത്രയും സന്തോഷിക്കണം. ഇതേപോലെ ഫുഡിന്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ഫുഡിന്റെ കാര്യങ്ങളാക്കുമ്പോൾ ഞാനും നസ്റും ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഞാനും നസ്റും ഇങ്ങനെ ഉള്ള ഞങ്ങളെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ നസ്റും ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നസ്റുവിനോട് പറയാണ്, സിഫായി എന്താണ്, നമ്മളൊന്ന് കോഴിക്കോട് ഇന്നൊരു സ്ഥലത്തുണ്ട്,
അവിടെ പോവുക. എന്താ പ്രത്യേകത? അവിടെ സീ ഫുഡ് എന്ന് പറയുന്നത്, അവിടുത്തെ സീ ഫുഡ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. എന്താ സീ ഫുഡിന്റെ പ്ലാൻ? അവിടെ ഒരു പൊള്ളിച്ച മീനുണ്ട് സേഫായി. പൊള്ളിച്ച എന്ത് മീനാടാ? അപ്പം സേഫ്. എന്താ മീനിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ആ മീനുണ്ടല്ലോ, ആ മീൻ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ, അത്രയും ടേസ്റ്റാണ് പോയി. ഞാൻ ഇതിന്റെ മുമ്പൊന്നും ഞാൻ അത്ര ടേസ്റ്റുള്ള മീൻ കഴിച്ചിട്ടില്ല. ഓക്കെ. അങ്ങനെ നസീർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പോവാം. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ബ്ലോക്ക് ഒക്കെ താടി ഒരു ഉള്ളേരിയയിൽ ഇങ്ങനെ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് പൊരിച്ച മീനും ചോറും അങ്ങനെ എന്തോ കഴിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വന്നു. വലിയൊരു ഹോട്ടലൊന്നും അല്ല, പക്ഷെ നല്ല റഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ എന്താ വേണ്ടത്? അപ്പൊ നസീർ ഓർഡർ ചെയ്തു. ഇങ്ങനെ മീനും കാര്യങ്ങളും ഓർഡർ ചെയ്തു. അപ്പൊ ഞാനത് ഇങ്ങനെ കാത്തിരിക്കുന്നത് ഏത് മൊമെന്റിലായിരിക്കും അല്ലേ? ആ മീൻ ഇങ്ങനെ കിട്ടുന്നുള്ള ആ സന്തോഷം ഇതിലുണ്ടോ? ഓ നല്ല പൊരിച്ച ടേസ്റ്റുള്ള ഒരു മീൻ വരാനുണ്ട് അല്ലേ? ആ ഒരു ബിരിയാണിന്റെ മണൊക്കെ നമുക്കിങ്ങനെ കിട്ടൂലേ? ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിരിയാണി വരുന്നതിന് മുമ്പ് തന്നെ ആ ബിരിയാണിന്റെ സ്മെല്ലും ആ ബിരിയാണിയിൽ ഇങ്ങനെ പറക്കുന്ന ആവി കാണുന്ന പോലെ ഞാനിങ്ങനെ ആ മീൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ. ഒരു ട്രേ, ആ ട്രേയിൽ ഇങ്ങനെ വായന്റെ ഇല, ആ വായന്റെ ഇലയിൽ ഇങ്ങനെ നല്ല ചൂടുള്ള ഒരു പൊരിച്ച മീൻ. ഓക്കെ. ആ പൊരിച്ച മീൻ ഇങ്ങനെ കുറച്ച് മസാല, ആ മസാലയിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ വരുമ്പോൾ മീനിന്റെ സ്മെല്ല് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ. അത് മുന്നിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ സന്തോഷം ഉണ്ടാവുമല്ലോ. ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഫസ്റ്റത്തെ ഘട്ടം ആവശ്യപ്പെടുകയാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടം നമ്മളത് വിശ്വസിക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വീകരിക്കുക. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? നിങ്ങളത് കിട്ടിയതായിട്ട് വിശ്വസിക്കുക. കിട്ടിയതായിട്ട് വിശ്വസിക്കുക. ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടിയതായിട്ട് വിശ്വസിക്കുക. കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയതായിട്ട് വിശ്വസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്, ഞാനിപ്പോൾ പോകുന്നത് മാഗ്നറ്റിലായിരിക്കും, പക്ഷെ ഞാൻ പോകുന്നത് ബെൻസിലാവണം. ഞാൻ ബെൻസാണ് ആഗ്രഹിച്ചതെങ്കിൽ, ഞാൻ താമസിക്കുന്ന വീട് ഏതാണെന്നുള്ളതല്ല, ഞാൻ ആഗ്രഹിച്ച വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്. സോ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല മിറാക്കിൾസ് സംഭവിക്കും. എപ്പോഴും സംഭവിക്കും. ഏത് നിമിഷത്തിലും നിങ്ങൾക്ക് സംഭവിക്കും. ഇതിന് വലിയ കാര്യം ചെറിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക, ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്നുള്ളതാണ്. ഇത് ബൈബിളിലെ പുതിയ നിയമത്തിലെ 3 കാര്യമാണ്. എന്ത്? ആസ്ക്, ബിലീവ്, റിസീവ്. ബൈബിളിലെ കാര്യമല്ലേ? ഞങ്ങള് ഹിന്ദു മിത്തല്ലേ, ഞങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചർ അല്ലേ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം കൾച്ചർ അല്ലേ ഫോളോ ചെയ്യുന്നത്? എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് വേറെ രീതിയിലാണ്, ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വേറെ രീതിയിലാണ്. ഓക്കെ. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ രീതിയിലാണ്. അങ്ങനെ ഓരോ ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത് വേറെ വേറെ രീതികളിലായിരിക്കും. സോ ഫൈനലി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ പവർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്, ഇറ്റ്സ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി യൂണിവേഴ്സ്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് ദൈവം നിങ്ങൾക്ക് നൽകുക. നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യത്തിന് ദൈവം പോലും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ആൾ എന്ത് ചെയ്യും? വിശ്വസിക്കുന്ന ആൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന ആൾ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന മാത്രം ആളാവരുത്. നിങ്ങൾ എന്നെ പരീക്ഷയിൽ ചെറുപ്പത്തിലുണ്ട്, പരീക്ഷ ആവുന്നതിന് തലേ ദിവസം നമ്മളിങ്ങനെ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ നാളെ എൻ്റെ പരീക്ഷയാണ്, ദൈവമേ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം, ദൈവമേ ഞാനൊരു വർഷമായിട്ട് ഞാൻ എൻ്റെ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരുന്നതിനും പരീക്ഷ എനിക്ക് നല്ല നേരിടാനുള്ള കപ്പാസിറ്റി നൽകിയിട്ട് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ഇതുവരെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള നിങ്ങളാണ്. ആ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എനിക്ക് പരീക്ഷയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കണം, അതിനുള്ള കഴിവ് എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ പെർസിസ്റ്റൻസ് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ വണ്ടേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ലോകത്തിൽ ഈ സീക്രട്ട് ഉപയോഗിച്ച എല്ലാ ആളുകളും സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയ ആളുകളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് അറിയണമെന്നില്ല, ബട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു. ഓക്കെ. താങ്ക് യു സേഫ് സാർ. താങ്ക് യു സോ മച്ച്. ടീം എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ ഉണ്ടെങ്കിൽ പെട്ടെന്നാവാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അറിയുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ.
അതിന്റെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി ഫീഡ്ബാക്ക് പറയണ എന്നുള്ളവര് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാ, ഷെയർ ചെയ്യാം. സോ നമുക്ക് 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത സൈഫ് സാറിനും ഇതിൽ പങ്കെടുത്ത പി മാജിക് മെമ്പേഴ്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം. Thank you, Thank sir. you, Sir. Thank you all. Thank you, sir. Thank you.